നമ്മൾ ഇനി പോകുന്നത് ഒരു കൗതുകമുള്ള വാർത്തയിലേക്കാണ്. ഇനി വലിയ ഡോക്ടറുടെ കഥയിലേക്കാണ്. പൊക്കക്കുറവാണ് എൻ്റെ പൊക്കമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഗുജറാത്തുകാരനായ ഡോക്ടർ ഗണേഷ് ബരയ്യ. ആത്മവിശ്വാസം കൊണ്ട് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുത്ത 23-കാരന്റെ വിശേഷങ്ങൾ. അത്ര എളുപ്പമായിരുന്നില്ല ഗണേഷിന് ആ ലക്ഷ്യത്തിലെത്താൻ. പ്രതിസന്ധികളേറെയുണ്ടായിരുന്നു. ഉയരക്കുറവ് മുതൽ സാമ്പത്തികം വരെ ആ ലിസ്റ്റിൽപ്പെടും. ഡോക്ടറാകണമെന്ന് കുട്ടിക്കാലം മുതലേയുള്ള ആഗ്രഹത്തിന് പക്ഷേ അതൊന്നും വിലങ്ങുതടിയായില്ല. 3 അടി ഉയരമുള്ള ഗണേഷ് ബരയ്യ +2 കഴിഞ്ഞ് മെഡിക്കൽ പഠനത്തിന് ശ്രമിക്കുമ്പോഴാണ് ശാരീരിക പരിമിതികളുടെ പേരിൽ തഴയപ്പെട്ടത്. അത്യാഹിത സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗണേഷിനാവില്ലെന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വിധിയെഴുത്ത്. വിധി തിരുത്തിക്കുറിക്കാൻ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. മാറ്റമുണ്ടായില്ല. ഒടുവിൽ അതേ വർഷം സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച ഗണേഷ് 2019 MBBSന് പ്രവേശനം നേടി. ഇന്ന് ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഡോക്ടർ എന്ന റെക്കോർഡിന് ഉടമ കൂടിയാണ് ഈ കൊച്ചു മനുഷ്യൻ. उस टाइम I was very sad, but my teachers and my parents give me hope and मुझे हिम्मत दी और उन्होंने बताया कि हम सुप्रीम कोर्ट में केस दाखिल करेंगे और तुझे जैसे भी करके MBBS में एडमिशन दिलाएंगे. सुप्रीम कोर्ट का 4 मंथ के बाद ये जजमेंट आया कि आपको MBBS में एडमिशन मिलेगा. आपकी 3 फीट हाइट की वजह से आपको MBBS में एडमिशन नहीं मिल सकता. तो ऐसा तो नहीं हो सकता. आपको डेफिनेटली MBBS में एडमिशन मिलेगा. ഗുജറാത്തിലെ കുഗ്രാമത്തിൽ ഇടുങ്ങിയ വീട്ടിലിരുന്ന് അവനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അമ്മയാണ്. പ്രാക്ടിക്കലുകളിൽ കസേരയിട്ട് മുന്നിൽ നിർത്തിയ അധ്യാപകരും ചുമലിലും ബൈക്കിലും ചുമന്ന് കോളേജിലെത്തിച്ച സഹപാഠികളും പൂർണ്ണ പിന്തുണ നൽകുന്ന കുടുംബവും അവന്റെ വഴികാട്ടികളായി. ഈഞ്ചക്കലിലെ SP മെഡിഫോർട്ട് ആശുപത്രി ഒരുക്കിയ ഡോക്ടർ ദിനാചരണത്തിൽ വിശിഷ്ടാതിഥിയായാണ് ഈ വലിയ മനുഷ്യൻ തിരുവനന്തപുരത്തെത്തിയത്. പ്രതിബന്ധങ്ങൾ കടന്നു നേടിയ ഈ നേട്ടത്തിന് ഇരട്ടി ഉയരമെന്നാണ് ഗണേഷിന്റെ പക്ഷം. 24 തിരുവനന്തപുരം. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ കൗതുകം മാത്രമല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലേ. കാരണം എറിൻ ഹാൻസന്റെ ഒരു കവിതയുണ്ട്, നോട്ട് എന്ന കവിത. യു ആർ നോട്ട് യുവർ ഏജ്, യു നോർ ദ സൈസ് ഓഫ് ദി ക്ലോത്ത്സ് യു വെയർ, യു ആർ നോട്ട് എ വെയിറ്റ് എന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മളെ തന്നെ നമ്മുടെ കഴിവുകളിലും നമ്മുടെ അറിവും നമ്മൾ മറ്റുള്ളവർ കരുണയോടെ പെരുമാറുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നു. അങ്ങനെയാണ് നമുക്ക് നമ്മളെ വിലയിരുത്തേണ്ടത്, മറ്റുള്ളവരെയും. അപ്പോൾ നിങ്ങളുടെ കാഴ്ചകളൊന്നുമല്ല, ബോഡി ഷേമിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരമ്മ എന്നോട് പറഞ്ഞത്, ആ അമ്മയുടെ മകൾ മിടുക്കി മോളാണ്. അപ്പോൾ ആ മകൾ വീൽ ചെയറിലാണ്. അപ്പോൾ ഈ മോൾ എപ്പോഴും പറയുന്നത്, അമ്മ എന്നെ കാണുന്നവരെ എൻ്റെ കഴിവുകളെക്കുറിച്ചോ എൻ്റെ പേരോ മറ്റൊന്നും അറിയണ്ട, അവരാദ്യം കാണുന്നത് എൻ്റെ വീൽ ചെയറാണ്. പിന്നെ അത് തുടങ്ങിയുള്ള കാര്യങ്ങളായി, അതിനെക്കുറിച്ചുള്ള സംസാരമായി, സഹതാപമായി. ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരാളെ നമ്മൾ കാണേണ്ടത് അവരുടെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ബാഹ്യമായ അവരുടെ കാഴ്ചയിലല്ല, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അങ്ങനെയല്ല കാണേണ്ടത്. അവരുടെ ഹൃദയത്തെ നമ്മൾ ഹൃദയം കൊണ്ട് കാണണം, അല്ലേ ക്രിസ്റ്റീന? മാത്രമല്ല, ഈ നമ്മളുടെ സമൂഹത്തിൽ അല്ലെ നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ ഏറ്റവും ദുർബലരായവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നനുസരിച്ചാണ് നമ്മുടെ മഹത്വം ഇരിക്കുന്നത്. പലപ്പോഴും ഈ അധികാരങ്ങൾ അല്ലെങ്കിൽ ഉന്നത നിലയിലുള്ളവർ അവരുമായൊക്കെ ചങ്ങാത്തം കൂടുകയും അവരുമായൊക്കെ അവരോട് നന്നായി പെരുമാറുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഏറ്റവും ദുർബലരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതാണ് നമ്മൾ. അപ്പോൾ അതും ഒരു നല്ല സന്ദേശം. അപ്പോൾ ഏതായാലും ഈ ഒരു വാർത്ത നമുക്ക് പ്രചോദനമാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.